Stanley Lifestyles, 2 minutes analysis. Good morning, friends. ഇന്ന് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസ് എന്നൊരു കമ്പനി അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, അതൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസ്. അതിൻ്റെ ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 494 ഇത് ലിസ്റ്റ് ചെയ്തിട്ട് പ്രൈസിൽ ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് 369 റുപ്യ. സോ ലിസ്റ്റിംഗ് ഇസ് 494. ഓൾമോസ്റ്റ് 34% പ്രീമിയത്തിലാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനീനെ കുറിച്ച് എനിക്ക് ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സ് പറയാനുള്ളത്, ഈ സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ അത് ഒരു ഐക്യനെ പോലത്തെ ഒരു കമ്പനിയാണോ ആയി തീരാം ഇന്ത്യയിൽ. അതിന് അങ്ങനെയുള്ള ചാൻസസ് ഉണ്ടോ, അത് മാർക്കറ്റ് വിൽ ഡിസൈഡ്. പക്ഷേ ഇതൊരു പുതിയ കമ്പനിയാണ് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. സ്റ്റാൻലി ലൈഫ് സ്റ്റൈലിൻ്റെ ബിസിനസ് മോഡൽസ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു അതൊരു ഐക്യ മോഡൽ ബിസിനസ് മോഡലാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ സൂപ്പർ പ്രീമിയം ലക്ഷറി അൾട്രാ ലക്ഷറി ഫർണിച്ചർ ബ്രാൻഡഡ് സ്റ്റാൻലി എന്ന പേരിൽ അവർ സൂപ്പർ ലക്ഷറി ഫർണിച്ചർ വിൽക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കുക വെച്ചാൽ, എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്നത് സോഫകളാണ്. ഏറെക്കുറെ സോഫകൾ ഐക്യയിലൊക്കെ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ ക്യാബിനറ്ററി അതും അവർക്കുണ്ട്. ഫർണിച്ചർ ഇവർക്കുണ്ട്. Furniture for the living rooms, dining rooms, family rooms, kitchens, bedrooms, including bedding products, home products, ഓഫീസസിനൊക്കെയുള്ള ഫർണിച്ചർ ഉണ്ടാക്കുന്നു. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ കമ്പനീൻ്റെ സ്ട്രെങ്ത്തും ഐക്യൻ്റെ സ്ട്രെങ്ത് നോക്കുന്നു. ഐക്യ ഇസ് എ കമ്പനി വിച്ച് ഇസ് ഹാവിങ് എ യുണീക്ക് സ്ട്രെങ്ത് ഉള്ള കമ്പനി, കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളൊരു കമ്പനിയാണ്. അത് ഞാൻ സംസാരിക്കാം. പക്ഷെ അതിനു മുന്നിൽ നമുക്ക് ഇതിൻ്റെ പ്രോഡക്ട്സ് നോക്കാം. പിന്നെ ഉള്ളത് അവർക്കുള്ള അവരുടെ സ്റ്റോർ എന്ന് വെച്ചാൽ ഇപ്പം തുടങ്ങിയിരിക്കുന്നത് സ്റ്റാൻലിയുടെ അൾട്രാ ലക്ഷറി സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻലി ലെവൽ നെക്സ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ കാണുന്നത് $500,000 എബവ് ഉള്ള ഇതാണ് ആ ലെവല്. പിന്നെയുള്ള സ്റ്റാൻലി ബൊട്ടിക് എന്ന് പറഞ്ഞ് അതൊരു $0.3 million to $0.5 million ഉള്ള ലക്ഷറി സെഗ്മെൻറ്റ്. സോഫാസ് ആൻഡ് മോർ ബൈ സ്റ്റാൻലി കാറ്റർ ചെയ്യുന്ന സൂപ്പർ പ്രീമിയം സെഗ്മെൻറ്റിൽ അതൊരു 0.5 to $0.3 million ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. സോ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നില്ല. പിന്നെ ലീഡർഷിപ്പ് പൊസിഷൻ, ഇവർക്ക് ഈ പൊസിഷനിൽ എന്തെങ്കിലും ലീഡർഷിപ്പ് ഉണ്ടോ? ഇവർ സ്റ്റാൻലി എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്താണ് വാല്യൂ ഉള്ളത്? ഇതൊരു റിപ്പോർട്ട്, റെഡ് സീൽ എന്നുള്ള റിപ്പോർട്ട്, ഇത് ഈ റീറ്റെയിൽ പ്രസൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു റെഡ് സീൽ റിപ്പോർട്ടിൽ വായിച്ചതെന്ന് വെച്ചാൽ പ്രസൻസ് അവർക്ക് 3 times അവരെ എന്താ പറയുക, ദാറ്റ് ഈസ് നിയറസ്റ്റ് കോമ്പറ്റേറ്റർ ഇൻ ദ ലക്ഷറി സൂപ്പർ പ്രീമിയം ഫർണിച്ചർ ഇൻഡസ്ട്രിയിലുള്ള അവർക്ക് 3 times റീറ്റെയിൽ പ്രസൻസ് ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് പറയുന്നത്. സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ ഈസ് ദ 4th largest പ്ലെയർ ഇൻ ദ ഹോം ഫർണിച്ചർ സെഗ്മെൻറ്റ് ഇൻ ഇന്ത്യ 2023 അവർ റിപ്പോർട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. അവരെ ബിസിനസ് മോഡൽസ് നമുക്ക് നോക്കാൻ, ദ റീറ്റെയിൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഒരു ബിസിനസ് മോഡൽ വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ബിസിനസ് മോഡൽ. ഒന്ന് COCO, 2 FOFO. COCO എന്ന് വെച്ചാൽ കമ്പനി ഓൺഡ് ആൻഡ് കമ്പനി ഓപ്പറേറ്റഡ്. അത് നമ്മളെ സ്വന്തം ഓണർ തന്നെ കമ്പനി ഓൺ ചെയ്യും, ഓണർ തന്നെ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെയുള്ള FOFO എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി ഓൺഡ് ആൻഡ് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ്. അത് ആർക്കും കൊടുത്തിട്ട് അവർ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ആയിരിക്കും, അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് COCO സ്റ്റോർ ഡിസ്ട്രിബ്യൂഷനിലുള്ളത് 38 സ്റ്റോർസാണ്. അത് മെയിൻലി ഉള്ളത് ബാംഗ്ലൂർ, ചെന്നൈ, ന്യൂഡൽഹി, മുംബൈ, ഹൈദരാബാദ്, എല്ലാ മേജർ സിറ്റിയും അവർ കവർ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഈ 3 ലെവൽസ്, സ്റ്റാൻലി നെക്സ്റ്റ് ലെവൽസ്, സ്റ്റാൻലി ബൊട്ടിക്സ്, സ്റ്റാൻലീസ് സോഫാസ് ആൻഡ് മോർ, ഇങ്ങനെയുള്ള പേഴ്സണൽ സ്റ്റോർസ് അത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡുള്ളതെന്ന് വെച്ചാൽ 24 സ്റ്റോർസാണ് ഉള്ളത്. ഇന്ന് അത് 24 സിറ്റികളിലുണ്ട്, 11 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറിയിൽ അവരുണ്ട് സ്റ്റാൻലിയിൽ. ഇത് അതുപോലെ തന്നെ ഓപ്പറേഷനാണ് കാണുന്നത്. പിന്നെ ഇവർക്കുള്ള എഡീഷണൽ ബിസിനസ് സെഗ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഓട്ടോമോട്ടീവ് ഇൻറ്റീരിയേഴ്സ്, സപ്ലൈസ് ഓഫ് ദ ലെതർ ഇൻറ്റീരിയേഴ്സ് ടു
ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ്. പിന്നെ ഉള്ള B2B സെയിലുള്ളത് പ്രൊവൈഡ്സ് പ്രീമിയം ആൻഡ് ഹൈ എൻഡ് ലക്ഷറി ഫർണിച്ചർ ടു എയർപോർട്ട്. അത് B2Bയിലുള്ള എയർപോർട്ടിൽ നിങ്ങൾക്കവരുടെ കോർപ്പറേറ്റ് ഓഫീസസിൽ ഹൈ എൻഡ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇവർ ഫർണിച്ചർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഉണ്ട്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഫോർ പല ആൾക്കാർക്കും. പിന്നെ അവരെ റവന്യൂ ബൈഫിക്കേഷൻ നോക്കുകയെന്ന് വെച്ചാൽ CO സ്റ്റോഴ്സിലാണ് അവർ കമ്പനി ഓപ്പറേറ്റിലാണ് അവർക്ക് 69% റവന്യൂ വരുന്നത്. പിന്നെയുള്ള ഫ്രാഞ്ചൈസി ഓപ്പറേറ്റിൽ 11%, ലെതർ ഓട്ടോമോട്ടീവ് ഇൻറ്റീരിയേഴ്സിൽ 12%, കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൽ 11%, പിന്നെ മറ്റുള്ള 3% അത് അവരെ റവന്യൂ ബൈഫിക്കേഷൻ കാണും. റവന്യൂ ബൈഫിക്കേഷൻ ഈ ഓരോ പ്രോഡക്റ്റ് വൈസ് എടുത്താലും ഓരോ പ്രോഡക്റ്റിൽ എത്ര റവന്യൂ അവർ കിട്ടുന്നുള്ളത് അവർ പറയുന്നത് മെയിൻലി അവരെ സീറ്റിങ്ങിലാണ് 57% കാണിക്കുന്നത് അവരുടെ കമ്പനി. ഓട്ടോമോട്ടീവിൽ 7%, ബെഡിൽ 5%, കേസ് ഗുഡ്സിൽ 13%, കിച്ചൺ ക്യാബിനറ്റിൽ 6%, ലെതർ ഓട്ടോമോട്ടീവ് ഇൻറ്റീരിയേഴ്സിൽ 12%. പിന്നെ ഇവർക്കുള്ള മാനുഫാക്ചറിങ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. സോ ദാറ്റ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ ഉള്ള ഒരു കമ്പനിയാണ് മറ്റേ മൈക്കിൾ പോർട്ടർ എന്നുള്ള അങ്ങനെ ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളൊരു കമ്പനിയാണിത്. അവർക്ക് 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ് ഉള്ളത്. ഒന്ന് ബാംഗ്ലൂരിലും ഒന്ന് ബാംഗ്ലൂർ, അത് കർണാടകയിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ടെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പിന്നെ കമ്പനി പറയുന്നത് ഇപ്പോൾ അവർക്ക് ഇനി 3 ആങ്കർ സ്റ്റോർസ് കൂടി വരുന്നുണ്ട് 26, 27, 26, 27. അങ്ങനെ ആകെ 30,000 സ്ക്വയർ ഫീറ്റുള്ള ഡൽഹി, തെലങ്കാന, മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട്. പിന്നെ അവരുള്ള CO സ്റ്റോർസ് ഓപ്പറേറ്റഡ് ബൈ സബ്സിഡറി കമ്പനീസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിലൊരു കാര്യം വെച്ചാൽ ഇവർ ഈ ട്രേഡ് മാർക്ക് ഇവർ പറയുന്നത് വെച്ചാൽ ഈ സ്റ്റാൻലി എന്നുള്ള ട്രേഡ് മാർക്ക് കമ്പനി ഉണ്ടല്ലോ, ഒരു സബ്സിഡറി, ഒരു വൺ ഓഫ് ഇറ്റ്സ് പ്രൊമോട്ടർ എന്താ അയാളുടെ പേര് പറഞ്ഞ സുനിൽ സുരേഷ് എന്നൊരു പ്രൊമോട്ടറാണ് ഈ സ്റ്റാൻലി എന്ന ബ്രാൻഡ് ഓൺ ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ ഇത്. ഇനി അതിൻ്റെ ഫൈനാൻഷ്യൽ ഇത് നോക്കുക വെച്ചാൽ ഇന്നത്തെ ഫൈനാൻഷ്യൽ ലെവൽ നോക്കുക വെച്ചാൽ കമ്പനീൻ്റെ കറണ്ട് അസറ്റ് കാണുന്ന 227 കോടി, ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് കണ്ടത് 2000 crores ആണ്. സോ അങ്ങനെയുള്ളൊരു കമ്പനി ഞാനൊരിക്കലും വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യില്ല. കറണ്ട് ലയബിലിറ്റീസ് കാണുന്നത് കുറച്ചേ ഉള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിംഗ് അതിന് 67.4% കാണുന്നുണ്ട്. റിട്ടേൺ ഓഫ് ഇക്വിറ്റി 15.7%. ഇൻഡസ്ട്രി പി 34, സ്റ്റോക്ക് പി 34, സ്റ്റോക്ക് പി 64. സ്റ്റോക്ക് ഫൈൻസ് വെരി എക്സ്പെൻസീവ്. ഇതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഈ പുതിയ പുതിയ കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ക്വാർട്ടറിൽ അതിൻ്റെ റവന്യൂ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാൻ പാടുള്ളൂ. ഇനീഷ്യൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ടാറ്റ ടെക്നോളജി എവിടെയ അതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടായ പ്രൈസ് ഉണ്ടായി, ഇപ്പോഴത്തെ പ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടാറ്റ ടെക്നോളജി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു IPO ആയിരുന്നു. അതിന് അത്രയും ഭയങ്കര പബ്ലിസിറ്റി, ഓവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനും അതിനെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ 500 രൂപയായിട്ടായിരുന്നു അതിനുണ്ടായിരുന്നത് അന്ന്. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ പ്രൈസ് എത്രയാണ് ലെവൽസ് നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമായി വരുന്നുള്ളൂ. സോ അതുകൊണ്ട് സ്റ്റാൻലി ഇത് ലോങ് ടേമിൽ നിങ്ങൾക്കൊരു 10-20 കൊല്ലത്തെ വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമ്പനി വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ 10-20 കൊല്ലത്തെ വ്യൂ ഇന്ന് ആർക്കും ഉണ്ടാവും? ഇന്നത്തെ വേൾഡ് സിനാരിയോയിൽ എന്തായാലും പറയാൻ പറ്റുന്നുള്ള കാര്യം നമുക്കത് അറിയില്ല. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഐ വിൽ അപ്ഡേറ്റ് യു മൈ നെക്സ്റ്റ് വീഡിയോ.